കുറച്ച് മാംഗോസ് ഈ സാധനമാണ്. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. നീച്ചപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇനിയിപ്പോൾ +1 ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ല. മാജിന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓനും ക്ലാസ്സിന് പോകാണ്ട്. ഇപ്പം ഇതാ കുട്ടീൻ്റെ ഷോർട്സ് എല്ലാം കണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. സ്കൂൾക്ക് പോവാണ്. അങ്ങനെ ഇതാ മാജു പൗഡറൊക്കെ ഇട്ട് സുന്ദരനാവണ തിരക്കിലാണ്. ഉമ്മയാണെങ്കിൽ നേരത്തെ പോയിട്ട് ക്ലാസ്സിന് ഉമ്മ പോയിട്ടാണ് പിന്നെ ഇവന്റെ ടൈം. അതുകൊണ്ട് തന്നെ ഞാനാണ് ഓനെ റെഡിയാക്കലും കാര്യങ്ങളും. ഇതാണ് മാസിന്റെ ബാഗ്. അങ്ങനെ ഓനെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ട്രൈപോഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തുനിന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ സ്പേസിൽ നിന്നുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കണം. അതാണെങ്കിൽ നമുക്ക് എപ്പോഴും നടക്കില്ലല്ലോ. അങ്ങനെ സ്കൂളിലെല്ലാം പോയി ഇപ്പൻ്റെ കൂടെയാണ് പോയത്. ക്ലാസ് തുടങ്ങിയപ്പോൾ അങ്ങനെ തന്നെയാണ് പോയത്. എനിക്കാണെങ്കിൽ ഒരു ലോഡ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർക്കാണ്ടായിട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫോണോ കൊണ്ട് മേലെ കയറി. ഇവിടുന്ന് ആകുമ്പോൾ വോയിസ് ഓവറെല്ലാം കൊടുക്കും, ഒന്നുകൂടി സുഖമാണ്. അങ്ങനെ കുറേ ടൈം എഡിറ്റ് ചെയ്ത് തന്നെ നിന്നു. എഡിറ്റ് ചെയ്യുന്നത് ഈ ഫോണിൽ, ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെ ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ക്ലിപ്സേ ഉള്ളൂ. പിന്നെ അതാ നെല്ലിക്ക തിന്നാണ്. നെല്ലിക്കത്തെ ഉപ്പിലിട്ടതാട്ടോ നെല്ലിക്ക. നെല്ലിക്കത്തെ വെള്ളം ഫുള്ള് ഞാനെന്നെ കുടിച്ചെടുത്തിട്ട് നെല്ലിക്ക മാത്രമേ ഉള്ളൂ ഇപ്പം എന്നിട്ട്. അത് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് തിന്ന് തീർക്കുകയാണ്. തീർന്നില്ല, എപ്പോഴും ഉണ്ട് കുറച്ചിട്ടോ. പിന്നെ ഈ ബേക്കറി തിന്നുക, അതൊക്കെയാണ് എൻ്റെ പണിയെന്ന് പറയുന്നത്. പിന്നെ രാവിലെ ചായ അടിച്ചിട്ടില്ല, ആ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വല്ലാണ്ട് ഞാൻ തിന്നണത്. ഇന്റേതാണെങ്കിൽ 8 ചെയ്ത് തീർന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ തീറ്റിക്ക് ഇറങ്ങിയത്. അപ്പം പിന്നെ ചോറൂടെ അങ്ങോട്ട് തിന്നിട്ട് മേലെ കയറാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ അതിന് വേറെ ഇറങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 12:30 ആയപ്പോൾ പിന്നെ ചോറും തിന്നു. അങ്ങനെ ചോറ് തിന്നതിൻ്റെ ഇടയിൽ ലോസ്റ്റ് സീരീസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലിപ്സ് എല്ലാം രാത്രിയാണ് എടുക്കുന്നത്. അതുവരെ എഡിറ്റ് ചെയ്തും ഈ സീരീസ് കണ്ടൊക്കെ അങ്ങനെ നിൽക്കേനി കേട്ടോ. അതുകൊണ്ടാണ് ക്ലിപ്സ് ഒന്നും ഇല്ലാത്തത്. അതിൻ്റെ ഇടയിൽ വീട്ടിൽ വിരുന്നാർ വന്നിട്ടേനി. അപ്പോൾ ഓല് വന്നപ്പോൾ ഇങ്ങനെ എന്തൊക്കെ കൊണ്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങിലാണ് മാസിന്. പിന്നെ കുറച്ച് മാംഗോസ് ആണുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് പൊതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഹലോ ഗായ്സ്, വസ്ത്രനെ 6:45 ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുളിക്കണം, കുളിച്ചിട്ടില്ല. ആൻഡ് ഞാനൊരു ഫേസ് പാക്ക് റെഡിയാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഷുണ്ണുമണി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫേസ് പാക്കിൽ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടേനി. ഇത് ഈ വീഡിയോ എടുക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഉലുവ പാലിൽ സോക്ക് ചെയ്യാൻ വെച്ചതേനി. സത്യം പറഞ്ഞാൽ 2-3 ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ വെച്ചാൽ മതി. ഒരു ദിവസം വെക്കണ്ട തോന്നുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്താ കാട്ടിൻ്റെ ഒരു കഥ. ഞാൻ ഈ ഒരു സാധനം തന്നെ മറന്നു. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഗായ്സ്, അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ ഫേസ് പാക്ക് കണ്ടിട്ടെന്തോ അതിന് ഇത് ഉലുവായിട്ട് ശരിക്കും നിൽക്കണില്ല കേട്ടോ മുഖത്ത്. അതാണ് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട്. ഗായ്സ്, അങ്ങനെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ വാഷ് ചെയ്തു. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് ഞാനാണെങ്കിൽ വെള്ളത്തിട്ട് ചെയ്തു. അപ്പോൾ പിന്നെ വെള്ളത്തിലല്ല, പാല് സോക്കാൻ വെച്ച് ചെയ്തു. അപ്പോൾ പിന്നെ എന്നാലും അത് അരച്ചിടണം, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. സോ നമുക്ക് കുളിക്കണം. അങ്ങനെ ഫേസ് പാക്കെല്ലാം ഇട്ട് അതെല്ലാം വാഷാക്കി. പിന്നെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇമ്മ മാസിൻ്റെ ബുക്കെല്ലാം പൊതിയുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിന് സ്റ്റാപ്ലെയർ എടുക്കാനും വേണ്ടിയിട്ട് നിന്നു. കുറച്ച് ബുക്കൊക്കെ ഉമ്മ പൊയിനൊന്നു, ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചു. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പൊയിനെടുത്തു. പിന്നെ ഇതാ ഉപ്പ പുറത്ത് പോയി വന്നപ്പോൾ നല്ല വലിയ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടേനി. ബട്ട് അത് ശരിക്കും അങ്ങോട്ട് പൈപ്പായില്ലേ കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള മാങ്ങല്ല ഇതാ ഉപ്പ മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കാക്ക പുറത്ത് വന്നപ്പോൾ ഫ്രൈഡ് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേനി. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ പുറത്ത് പോയി കഴിക്കും. അങ്ങനെ ഉപ്പല്ലാതെ പിന്നെ ഇങ്ങനത്തെ ഒക്കെ വളരെ റെയറായിട്ടാണ് നമ്മളെ പെരയിലുണ്ടാവുക. എനിക്ക് ബ്രോസ്റ്റ് ചെയ്ത ഫ്രൈഡ് ചിക്കൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് അതിലേറെ ഇഷ്ടമൊന്നുകൂടിയും ഷവർമ്മയാണ്. ബട്ട് കിട്ടിയ നമ്മൾ തിന്നാതെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അതെല്ലാം തിന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാൾ Zudio പോയപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നോട് കാണിച്ചു തരാം. Zudio ഹോള് കുറേ ആയി പോയിട്ട് പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് പോയത്. അപ്പം 2-3 സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം.
മാസിന് ഇതാ ഇങ്ങനത്തെ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 100 സംതിങ് എന്താണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് വില ഓർമ്മയില്ല, കുറേ ആയില്ല. അപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ചുള്ളി നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ബാങ്കിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് 150 രൂപ എങ്ങാനും ആണ്. ബട്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആവണ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഇതിന് ഈ ഒരു ബാങ്കിലാണ് ഇട്ടുണ്ടായിരുന്നത്. ഇത് വ്ളോഗെല്ലാം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് 700 രൂപയൊക്കെയാണ് കേട്ടോ. സൈസ് ഞാൻ മീഡിയം ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഉള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 700 രൂപ ആണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാൻസിൻ്റെ എലാസ്റ്റിക്കിൻ്റെ അവിടെ 2 സൈഡിലുമായിട്ട് ഞാൻ ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ലൂസായിട്ട് നിൽക്കും കേട്ടോ, അതുകൊണ്ട് ഞാൻ ടെക്ക് ഇട്ട് കൊടുത്തു. ഈ ഡ്രസ്സ് ഞാൻ 5-6 തവണ യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചളിയും കറിയും ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല, വേഗം ഏർപ്പാക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് സ്റ്റുഡിയോ ഹോൾ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.